ഇനി വൈകിയാലും നേരം വെളുത്താലും ശരി ഇത്രയും ആൾക്കാർ ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ കാണും. വി എസിനെ ഒരു നോക്ക് കാണുക എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അവസാനമായിട്ട് വി എസിനെ കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. വി എസിന് വേണ്ടി നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ട് എത്ര മണിക്കൂറാണ് കാത്തിരിക്കുമല്ലോ. കാരണം നമ്മുടെ അതിലെ പ്രതിഭയാണ്, അനിശ്ചിത നേതാവാണ്. നമ്മളെല്ലാവരും വി എസിനെ അത്രയേറെ ഇഷ്ടപ്പെടുന്ന പാർട്ടി സഖാക്കളാണ് കൂടുതലിവിടെ ഉള്ളത്. നമ്മൾ എത്ര മണിക്കൂറോടെ കാത്തിരിക്കാൻ തയ്യാറാണ്. രാവിലെ മുതൽ ഇവിടെ നിൽക്കുന്ന ഈ ജനങ്ങളെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വി എസ് നമ്മുടെ മനസ്സിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. വി എസിനെ സംബന്ധിച്ച് നമ്മളെപ്പോലുള്ള യുവാക്കൾക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാനും കൂടുതൽ ആവേശത്തോടു കൂടി തന്നെ ഈ സംഘടനയിലിപ്പോൾ പ്രവർത്തിക്കാനുമൊക്കെ വളരെയധികം ഊർജം പകർന്ന നേതാവ് തന്നെയാണ് വി എസ്. അതുകൊണ്ട് തന്നെ വി എസിൻ്റെ വിയോഗം നമ്മളെപ്പോലുള്ള യുവാക്കൾക്ക് തുടർന്നുള്ള പുതിയ ഈ പാർട്ടിയിലേക്ക് വരുന്ന തലമുറയ്ക്കെല്ലാം ഒരു വലിയ നഷ്ടം തന്നെയാണ് ആ സഖാവിൻ്റെ വിയോഗം എന്നുള്ളത്. എത്ര വൈകിയാലും വി എസിനെ കണ്ടേ മടങ്ങൂ എന്നുള്ളൊരു വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഒരുപാട് യുവാക്കൾ ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ളത്. ഏറ്റവും പ്രിയപ്പെട്ടൊരു സഖാവാണ് നമ്മളെ വി എസ് അച്യുതാനന്ദൻ. ഏറെ വിഷമത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി ഇവിടെ ഏകദേശം ഇത്രയും ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്നത് വി എസിനെ കാണാൻ വേണ്ടിയിട്ടാണ്. വലിയൊരു നഷ്ടം തന്നെയാണ് നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് സമയമായി, ഇന്നലെ മുതലേ കാത്തിരിക്കുകയാണ്. ഇന്നലെ മുതലേ സിറ്റിയിലും പോയി കണ്ടവരുണ്ട്, AK സെൻറ്ററിൽ പോയി കണ്ടവരുണ്ട്. അവർ തന്നെയാണ് ഇവിടെയും കാത്തിരിക്കുന്നത്. സഖാവിനെ ഓർക്കുന്ന സഖാവിൻ്റെ പ്രസംഗങ്ങളും സഖാവ് പഴയകാലത്ത് നടത്തിയിട്ടുള്ള കർഷക തൊഴിലാളി യൂണിയൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുമാണ് ഞങ്ങൾ മാതൃകയാക്കുന്നത്. കാരണം ഞാൻ കർഷക തൊഴിലാളിയുടെ ഒരു പ്രവർത്തകയാണ്, അഖിലേന്ത്യാ കമ്മിറ്റി അംഗം കൂടെയാണ്. ഞങ്ങൾ കർഷക തൊഴിലാളികളുടെ കുറിച്ച് പറയാൻ പോകുമ്പോൾ വി എസ് സഖാവിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞ് പുതിയ തലമുറയെ കൂടെ ഞങ്ങൾ ആ രീതിയിൽ സംഘടനയിലോട്ട് അടുപ്പിക്കുന്നത്. അടുപ്പമുണ്ട്. ഇപ്പം എല്ലാ ചരിത്രമുള്ള ഒരു മണ്ണാണിത്. തൊഴിലാളി വർഗത്തിൻ്റെ മണ്ണാണ് ആറ്റിങ്ങൽ എന്ന് പറയുമ്പം. പിന്നെ ഈ ആറ്റിങ്ങൽ കലാപവും ഒക്കെ ഒഴുകിയെത്തുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് പല സ്ഥലത്തുനിന്ന്. ഇപ്പം കുറേ ഇവിടെ ഇത്ര തിക്നെസ് ഇല്ലാത്തത് ഇവിടെ തന്നെ 6-7 സ്ഥലത്ത് പൊതുദർശനം ഉണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ നിൽക്കുന്നത്. എന്നാലും 10:30 എന്തായാലും ആളുകൾ ഇതിലധികം ആൾക്കാർ വരും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്. സഖാവ് ഞങ്ങൾ കുട്ടിക്കാലം മുതൽ കേൾക്കുന്നതും കാണുന്നതുമായിട്ടൊരു സഖാവല്ലേ. കേരളത്തിൽ ഇതുവരെ ഉണ്ടായ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരിൽ മുൻപന്തിയിൽ നിർത്തേണ്ടുന്ന ആൾ തന്നെയാണ് വി എസ്. വി എസ് എന്ന് പറയുന്ന 2 അക്ഷരം നമ്മളെ ജീവിത ഉള്ള കാലത്തോളം, ഈ പാർട്ടി ഉള്ളിടത്തോളം കാലം ഇന്ത്യയിൽ നിലനിൽക്കും. എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട്, സാധാരണക്കാർക്കും കർഷകർക്കും തൊഴിലാളികൾക്കും, പ്രത്യേകിച്ച് ആറ്റിങ്ങലെന്ന് ചിറങ്ങി താലൂക്ക് എന്ന് പറയുന്നത് തൊഴിലാളികളുടെ വൻ മുന്നേറ്റം ഉണ്ടായ ഇപ്പോഴും ഉള്ള ഒരു സ്ഥലമാണ്. CITUവിനും അതുപോലുള്ള സംഘടനകൾക്കെല്ലാം. ആനത്തിലോട്ട് ആനന്ദനെ പോലുള്ള സഖാക്കളൊക്കെ ഇവിടെ നിന്ന് വന്ന വലിയ ട്രേഡ് യൂണിയൻ്റെ നേതാക്കളാണ്. അപ്പോൾ ആ ഒരു ഇത് ഈ പാർട്ടിയോടും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോടും അതിൻ്റെ നേതാക്കളോടൊരു പ്രത്യേക അടുപ്പം തന്നെയുണ്ട്. അതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ഒരാളാണ് വി എസ്. വി എസിനെ നമ്മൾ എന്നും ആ വി എസ് എന്ന് പറയുന്ന 2 അക്ഷരം ഓരോ കേരളീയൻ്റെ മനസ്സിലുള്ളതുപോലെ തന്നെ നമ്മുടെ ആറ്റിങ്ങക്കാരുടെ മനസ്സിലുണ്ടാവും. അത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. നമ്മൾ ജീവനുള്ളിടത്തോളം കാലം അത് തന്നെയാണ് ആ വി എസ് എന്ന് പറയുന്ന 2 അക്ഷരം. വി എസ് വിപ്ലവ സൂര്യൻ തന്നെയാണ്, അത് ഒരിക്കലും അസ്തമിക്കില്ല. ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ഹൃദയത്തിലേറ്റുന്ന അതേപോലെ തന്നെയാണ് ഞാനും എൻ്റെ ഹൃദയത്തിൽ എൻ്റെ മരണം വരെയും അദ്ദേഹത്തെ ഓർമ്മിക്കും. കാരണം സാമൂഹ്യ സാഹചര്യവും അതുപോലെ തന്നെ മറ്റു ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിലുമൊക്കെ അദ്ദേഹത്തോടൊപ്പം പല കാര്യങ്ങളിലും എനിക്കും ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ എല്ലാ വർഷത്തെയും ഓണാഘോഷ പരിപാടികളിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ആറ്റിങ്ങലിലും ചിറയൻകീഴിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഏത് കാര്യം ഉണ്ടെങ്കിലും, ഏത് സമരപരിപാടികളിലും, ഏത് യോഗങ്ങളിലും അദ്ദേഹം വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ വരുന്ന ഒരു പ്രത്യേക, അത് വാനത്തലവട്ടം ആനന്ദൻ എന്ന ആ ഒരു നേതാവ് കൂടി അദ്ദേഹവും വി എസുമായിട്ടുള്ള ആ ഒരു മാനസിക അടുപ്പം അത് ചിറയൻകീഴിലും ആറ്റിങ്ങലിലും പല കാര്യങ്ങളിലും പ്രതിഫലിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത്. അതെ, എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും കാത്തിരിക്കുവാൻ പുരുഷന്മാർ മാത്രമല്ല, വനിതകൾ ഉൾപ്പെടെ, അത് പാർട്ടിക്കാർ മാത്രമല്ല, വിവിധ സമൂഹത്തിലുള്ള ആളുകളാണ് ഈ ഇരിക്കുന്ന
നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്.